Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തി ആനന്ദത്താൽ നിറയാനുള്ള അവസരമാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. ആരാണ് പ്രൈസ് ആൻഡ് വർഷിപ്പിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ദൈവത്തിൻ്റെ ആരാധകന്മാർക്കാണ് ഇങ്ങനെയുള്ള ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത് വളരെ ഇഷ്ടമായിട്ടുള്ളത്. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിലും സത്യത്തിലുമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. നമ്മൾ പാട്ടുകൾ പാടുമ്പോൾ, വിചിന്തനങ്ങൾ നടത്തുമ്പോൾ, പ്രൈസ് ആൻഡ് വർഷിപ്പിൽ നമ്മൾ ഒരുപാട് സത്യങ്ങൾ ധ്യാനിക്കും. എന്നാൽ കർത്താവിനെ സ്തുതിച്ച് പാടുന്ന സമയങ്ങൾ ആനന്ദകരമായി തീരുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കുമ്പോഴാണ്. ആത്മാവിൽ നിറഞ്ഞുള്ള ആരാധനയാണ് വിടുതൽ നൽകുന്ന ആരാധന. ആത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥനയാണ് സന്തോഷം നൽകുന്ന പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സ്വപ്നം കാണാൻ വയ്യാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ, നമുക്ക് വാക്കുകൾ കൊണ്ട് ദൈവത്തോട് ചോദിക്കാനാവുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തണമെങ്കിൽ, ഒരു വചനം വളരെ മനോഹരമായി അതിൻ്റെ രഹസ്യം നമുക്ക് പറഞ്ഞു തരികയാണ്. എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് തലമുറകളോളം സഭയിലും യേശുക്രിസ്തുവിലും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അത്ഭുതകരമായ വചനമാണ്. നമ്മിൽ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിച്ചാൽ, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ, സ്വപ്നം കാണാൻ പറ്റാത്ത, വാക്കുകൾ കൊണ്ട് ചോദിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിന്റെ തലത്തിലേക്കായിരിക്കും നമ്മുടെ ജീവിതം ദൈവത്താൽ വഴി നടത്തപ്പെടുക. എന്നാൽ എനിക്ക് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടുമോ? എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഞാൻ പാപിയല്ലേ? യേശു നമ്മളെ ഒരു കിണറ്റിൻ കരയിലേക്ക് നയിക്കുകയാണ്. അവിടെ പാപിനിയായ ഒരു സ്ത്രീ, അനേകരുടെ കൂടെ ജീവിച്ച ഒരു സ്ത്രീ, അങ്ങനെ വഴി നടത്തപ്പെട്ട അവൾ, പിശാചിനാൽ നയിക്കപ്പെട്ട അവൾ യേശുവുമായി കണ്ടുമുട്ടുകയാണ്. യേശു അവളോട് നിന്റെ യോഗ്യത എന്തെന്ന് ചോദിക്കുന്നില്ല. അവളുടെ അയോഗ്യതകൾ അറിയാമെന്ന് യേശു വെളിപ്പെടുത്തുന്നു. എന്നിട്ട് യേശു അവൾക്ക് നൽകുന്നൊരു വാക്കുണ്ട്. ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവന്റെ ജലം നൽകുകയും ചെയ്യുമായിരുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യ ദൃഷ്ടിയിൽ ഒരു യോഗ്യതയുമില്ലാത്ത ഒരു പാവം പെൺകുട്ടിക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ നിനക്ക് തരാം, നീ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവൻ നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. നിന്റെ യോഗ്യത നോക്കിയല്ല, അവന്റെ യോഗ്യതകളാലാണ് അവൻ നിന്നെ അനുഗ്രഹിക്കുക. ദൈവത്തിന്റെ ദാനം എന്തെന്നറിയാവുന്നവൻ ദൈവത്തോട് അതും ഇതും ചോദിക്കില്ല. അപ്പനോടും അമ്മയോടും നമ്മളൊരു കാര്യം ചോദിക്കാൻ പോയാൽ, നമ്മളൊരു ബൈക്ക് ചോദിച്ചാൽ അവർ നമുക്ക് തരുന്നത് കുറച്ച് പൈസയാണ്, അത് ബൈക്കായി മാറുകയാണ്. നമ്മളൊരു ഉടുപ്പ് ചോദിച്ചാൽ അവർ നമുക്ക് തരുന്നത് പൈസയാണ്, അത് ഉടുപ്പായി മാറുകയാണ്. നമ്മൾ ദൈവത്തോട് എന്ത് ചോദിച്ചാലും ദൈവം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഈ ആത്മാവാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അനുഗ്രഹമായി മാറുന്നത്. അതിനാൽ ഏത് നിമിഷവും നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഈ സമയം ആഴമായ ഒരു ദാഹം നിന്നിൽ ഉണ്ടാകട്ടെ. ഇന്നേ വരെ ഇല്ലാത്തൊരു ദാഹം നിന്നിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന് വേണ്ടി നീ കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ ഈ പാട്ട് ചേർന്ന്, ഈ പാട്ടിനോട് ഒന്ന് ചേർന്ന് വളരെ ഹൃദയം ലയിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ആനന്ദത്തോടെ പാടി കർത്താവിന്റെ ആത്മാവിനാൽ നിറയുക. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന നിമിഷങ്ങളാണിത്. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് പറന്നിറങ്ങണമേ. അഭിഷേകമായി, ശക്തിയായി, ജ്വാലയായി ഇറങ്ങി വാ. ഹല്ലേലൂയ. Holy Spirit, we welcome you. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. സ്നേഹന്മാരും നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ.
അവസാന വേളയിൽ സ്നാപകന്റെ കരങ്ങളിലൂടെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയിലും നിന്റെ ആത്മനിറവ് ഞങ്ങൾക്ക് ആവശ്യമാണ് തമ്പുരാനെ. ഇറങ്ങി വാ. ജോർദാൻ നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ജോർദാൻ നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ചാനുഗ്രഹമേ ഗണമേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ചാനുഗ്രഹമേ ഗണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ, നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ നിറയട്ടെ. സ്നേഹന്മാരിൽ നിറഞ്ഞ അതേ അഭിഷേകം ഇപ്പോൾ ഞങ്ങളുടെ മേൽ തീ കാറ്റായി വന്ന് പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Glory. Hallelujah. പെന്തക്കോസ്താനാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, പെന്തക്കോസ്താനാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണമേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ, നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. ഓ, വിശ്വാസം പരീക്ഷിക്കപ്പെട്ട നാളുകളിൽ സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നത് കണ്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പിതാവേ, ഞങ്ങൾ ആ പരീക്ഷണങ്ങളെ നേരിടുമ്പോൾ സ്വർഗം കാണുവാൻ, ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, സാക്ഷികളാക്കണമേ. സ്വർഗം തുറക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാൻ എന്നുൾ കണ്ണു തുറന്നിടണേ, സ്വർഗം തുറക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാൻ എന്നുൾ കണ്ണു തുറന്നിടണേ. സ്തേഫാനോസിനെ പോൽ ഇന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ, സ്തേഫാനോസിനെ പോൽ ഇന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവേ, സ്വർഗം തുറന്ന് ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു. വീണ്ടും പാടാൻ നമുക്ക് നിറയണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. ദാഹത്തോടെ പാടാം. എല്ലാവരും പാടുക, എല്ലാം മറന്ന് പാടുക, ദാഹത്തോടെ പാടുക, ആവർത്തിച്ച് പാടുക. യേശുവിന്റെ അഭിഷേകം ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ ദാസരായ മക്കളുടെ മേൽ, ആരാധകരായ മക്കളുടെ മേൽ അഭിഷേകമായി ഇറങ്ങി വരണമേ. കൂടുതൽ ശക്തി പകരണമേ, അനുദിനം വളർത്തണമേ. അഭിഷേകമായി, സൗഖ്യമായി, വിടുതലായി ആത്മാവേ ഇറങ്ങി വാ. ആത്മാവുള്ളിടത്ത് വിടുതലുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകമുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, വിടുതലുണ്ട്. ദൈവത്തിന്റെ ശക്തി ചൈതന്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. വിടുതൽ നൽകുന്ന അഗ്നി ശിരസ് മുതൽ പാദം വരെ വ്യാപരിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Glory 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 glory. Hallelujah hallelujah hallelujah. Jesus, we worship you, we glorify you, mighty presence of God. ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യമേ, എല്ലാ ഭവനങ്ങളെയും നിറയ്ക്കുന്ന നിന്റെ സാന്നിധ്യത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ മുഴുവൻ പിശാചിനെയും പിടിച്ചു കെട്ടുവാൻ
ജീവജലമാണ് പരിശുദ്ധാത്മാവെങ്കിൽ നമ്മുടെ ഉള്ളിൽ എത്ര തുള്ളി പരിശുദ്ധാത്മാവ് വേണം? വളരെ ചെറിയൊരു ഡ്രോപ്പിന്റെ അംശം മതി. ആ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട് ഈ ലോകത്തിലെ മുഴുവൻ തിന്മകളെ പിടിച്ചു കെട്ടുവാൻ. നീ വിശ്വസിക്കുന്നുവോ? ആത്മാവ് നിന്റെ ഉള്ളിലില്ലേ? യേശുവിൽ വിശ്വസിക്കുന്ന, അവനെ ആരാധിക്കുന്ന നിന്റെ ഉള്ളിൽ ആത്മാവില്ലേ? നിന്നെ പ്രതിരോധിക്കുന്ന സകലതിനെയും തച്ചുടച്ച് നിന്റെ മുമ്പിൽ പാതയൊരുക്കുവാൻ നിനക്ക് എത്ര പരിശുദ്ധാത്മാവിനെ വേണം? നീ വിശ്വസിക്കുക, ആ ആത്മാവ് നിന്റെ മേലുണ്ട്. എന്നാലും ഈ ആത്മാവിനെ എങ്ങനെയാണ് നീ അനുഭവിക്കുക? ഒരു കുഞ്ഞിന്റെ അടുത്ത് അമ്മ ചോദിച്ചു, ഞാൻ നിന്റെ അടുത്ത് എത്ര നേരം വേണം? ഒരു 5 സെക്കൻഡ് മതിയോ? എന്നിട്ട് ഞാൻ പൊയ്ക്കോട്ടെ. കുഞ്ഞു വാവയാണ്. കുഞ്ഞു വാവ പറഞ്ഞു, അമ്മച്ചി എനിക്ക് എപ്പോഴും വേണം. അമ്മച്ചിയെ കൂടുതൽ വേണം. 5 സെക്കൻഡ് പോരാ, 20 സെക്കൻഡ് പോരാ, 1 മിനിറ്റ് പോരാ, ഒരുപാട് വേണം. കുഞ്ഞമ്മച്ചിയെ കെട്ടിപ്പിണർന്നു വിടത്തില്ല ഞാൻ അമ്മച്ചിയെ എന്ന് പറഞ്ഞതുപോലെ നിനക്കെത്ര പരിശുദ്ധാത്മാവിനെ വേണമെന്ന് യേശു ചോദിച്ചാൽ, എത്രത്തോളം വേണമെന്ന് ചോദിച്ചാൽ, നീ ഒരു ഡ്രോപ്പ് ചോദിക്കരുത്. ഈ ലോകത്തെ പിശാചിനെ മുഴുവൻ അത് പിടിച്ചു കിട്ടുമെങ്കിലും, സകല ബന്ധനങ്ങൾ വഴിക്കുവാൻ അതിന് ശക്തിയുണ്ടെങ്കിലും, നീ ഒരു ഡ്രോപ്പ് അല്ല ചോദിക്കേണ്ടത്. ആ സ്നേഹമാണല്ലോ നീ ചോദിക്കുന്നത്. നീ പറയണം, എനിക്ക് ഇത്തിരി പോരാ, എനിക്ക് ഒരുപാട് വേണം. എൻ്റെ മുട്ടോളമല്ല, എൻ്റെ അരയോളമല്ല, ദൈവമേ എന്നെ മുഴുവൻ കവിഞ്ഞൊഴുകുന്ന സ്നേഹമായി ആത്മാവിനിൽ ജ്വലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാവിന്റെ സ്നേഹത്തിനായി നീ യാചിക്കുമ്പോഴാണ് നിന്റെ ഉള്ളിൽ ആത്മാവ് ഇറങ്ങി വരിക. ഹല്ലേലൂയ. ദാഹിച്ച് പ്രാർത്ഥിക്കുക. ലോർഡ് വർഷിപ്പ്. തോളമല്ല അരയോളവും പോരാ, യേശുവേ അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല ഒരുമിച്ച് പാടി അരയോളവും ലയിച്ച് പാടി. മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹൃദയം തുറന്ന് യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, കണ്ണിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. എല്ലാം മറന്ന് പാടാം, സ്നേഹിച്ച് പാടാം. I need you more and more. I need you more and more, my God. Holy Spirit, come Holy Spirit. യേശുവേ നാഥ, യേശുവേ നാഥ, ജീസസ് അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹൃദയം തുറന്ന് യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീസസ് അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ ഓ പരിശുദ്ധനായ ദൈവമേ, ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് ഇറങ്ങി വാ, അഭിഷേകമായി ഇറങ്ങി വാ, ഹൃദയം തുറന്നിറങ്ങി വാ. ഒരു സാന്ത്വനമായി, ഒരു മോചനമായി യേശുനാമം. ജീസസ്
അങ്ങയെ ഞാൻ ആമേൻ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീസസ്. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഉൾത്തോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിന്റെ ജീവിതത്തിൽ അസമാധാനമാണോ? ദൈവത്തിന്റെ ദാനം എന്തെന്നറിയുന്ന നീ പരിശുദ്ധാത്മാവിനായി ദാഹിക്കുക. സാമ്പത്തിക പ്രശ്നങ്ങളാണോ? ദൈവത്തിന്റെ ദാനം എന്തെന്നറിയുന്ന നീ പരിശുദ്ധാത്മാവിനായി ദാഹിക്കുക. ഏത് ബുദ്ധിമുട്ടാണെങ്കിലും അതിനെല്ലാം പരിഹാരം പരിശുദ്ധാത്മാവാണ്. ദാഹിക്കുക.